ശ്രീ ഷോൺ ജോർജ്, ഈ മദ്യനയത്തിലെ ഇളവുകൾക്കായി പണം പിരിച്ചു നൽകാനുള്ള ഒരു നിർദ്ദേശം, അതിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? കാലാകാലങ്ങളായി ഇവിടെ ഭരിക്കുന്ന രണ്ട് മുന്നണികളും എല്ലാ കാലത്തും ബാർ മുതലാളിമാരും പാറമടകളും ഇതാണ് കേരളത്തിലെ ഇരു മുന്നണികളുടെയും ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സ്. നമുക്കറിയാം, ബാർ കോഴ ഉണ്ടായപ്പോൾ കേരള സംസ്ഥാനത്തെ നിയമസഭ അടിച്ചു തകർത്ത ബാർ കോഴയിൽ ബാർ വിഷയത്തിൽ മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് കെ എം മാണി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് കെ എം മാണി പിരിച്ചെടുത്ത ബാർ കോഴയ്ക്കെതിരെ സമരം ചെയ്തവരാണ് ഇന്ന് അതേ മാതൃകയിൽ അത് തന്നെ തുടരുന്നത്. ഇപ്പൊ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ, അന്ന് ഇത് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്കും തലപ്പത്തുണ്ടായിരുന്ന മാണി ഗ്രൂപ്പ് ഇന്ന് ആ മുന്നണിയുടെ ഭാഗമായി ഉണ്ട്. അന്ന് സംഭവിച്ചെന്താണ്, കോൺഗ്രസിന് കൊടുക്കാനുള്ള കാശ് അന്ന് കൊടുത്തു, കെ എം മാണിക്ക് കൊടുക്കാനുള്ള കാശ് കിട്ടിയില്ല. അതിന്റെ പേരിൽ ധനകാര്യ വകുപ്പ് അന്ന് ആ ഫയൽ തടഞ്ഞു വെക്കുകയും അതിന്റെ പേരിൽ പിന്നീട് ആരോപണം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ബാർ മൊത്തത്തിൽ കേരളത്തിൽ നിർത്തലാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കാലാകാലങ്ങളിൽ ഇപ്പൊ ഈ ഇലക്ഷന് പിരിച്ചെടുത്ത പൈസ പാർട്ടി ഫണ്ടിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി CPM-ന്റെ ഫണ്ടിൽ നിന്നും കാശ് പുറത്തേക്ക് വന്നു. ഇന്നുവരെയും പിരിച്ചെടുക്കുന്ന കാശ് ഇലക്ഷൻ മുടക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അത് അതാത് സമയത്ത് പ്രാദേശികമായി പിരിച്ചെടുത്ത് ഇലക്ഷൻ നടത്തിക്കൊള്ളാൻ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് വലിയ രീതിയിൽ CPM-ന്റെ പാർട്ടി ഫണ്ടിൽ നിന്നും പൈസ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിന്റെ പുറകിൽ, ഒരു സംശയം വേണ്ട. അതെ, ശ്രീ ഷോൺ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള അഴിമതി നടക്കുന്നു. ബാർ ഉടമകളിൽ നിന്നും പണം വാങ്ങുന്നു. ഈ പണം 2 ലക്ഷം വീതം സമാഹരിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തുക, കോടിക്കണക്കിന് രൂപ ഈ ഖജനാവിലേക്ക് എത്തുമ്പോൾ അത് ഖജനാവിലേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ മന്ത്രിമാരുടെ വിഹിതത്തിലേക്കാണോ എന്ന കാര്യവും കൂടി ഉണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ മുന്നിലുണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇവരിൽ നിന്നും പിരിക്കുന്നത് അക്കൗണ്ടിലേക്കല്ലല്ലോ പിരിക്കുന്നത്. ഇവരോട് ആരെങ്കിലും CPM-ന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക്, ഇൻകം ടാക്സ് ഇളവ് കിട്ടുന്ന അക്കൗണ്ടിലേക്കല്ലല്ലോ അയക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവരോടെല്ലാം കാശായിട്ട് തന്നെയാണ് പിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചില വ്യക്തികളുടെയും അഴിമതിയുടെ ഭാഗമാണ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് സോഴ്സുകൾ, പാറമടകൾ, ബാറുകൾ, ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരള സംസ്ഥാനത്തെ ഇരു മുന്നണികളുടെയും ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സ്. ഞാൻ പറയട്ടെ, 13 രൂപ പോലും മുടക്കില്ലാത്ത കല്ലിന് 40 രൂപയാണ് വാങ്ങിക്കുന്നത്. സർക്കാർ ഇതുവരെയും ഇതിനകത്തൊരു ഇടപെടല് പാറമട മേഖലയിൽ നടത്തിയിട്ടുണ്ടോ? സർക്കാർ ഇന്ന് വരെയും ഇവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2016 പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മരിച്ചുപോയി എങ്കിൽ പോലും KPCL-ലതയും അതുപോലെ ഇന്നസെന്റും ഒക്കെ പങ്കെടുത്ത ഒരു പരസ്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ മദ്യ നയം തിരുത്തും, കേരളത്തിനെ ക്രമേണ മദ്യ ലഹരിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി വിജയന്റെ. ആ സർക്കാരാണ് ഈ മദ്യനയത്തിൽ ഇളവുകൾ വരുത്തുവാൻ, ബാർ ഉടമകൾക്ക് വേണ്ടി ഇളവുകൾ വരുത്തുവാൻ വേണ്ടി ഈ പണം പിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്.